നമ്മളിന്ന് കണ്ണൂരാണ് കേട്ടോ. ചന്തുവിൻ്റെ ചോറൂണിന് വേണ്ടി വന്നതാണ്. പറശ്ശിനിക്കടവായിരുന്നു ചോറൂണ്. അപ്പോൾ ചോറൂണ് കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം പെറ്റ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കാണുമ്പോൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പോകുമ്പോൾ എന്തായാലും ഈ പെറ്റ് സ്റ്റേഷനിൽ പോകണമെന്ന്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർ മൊത്തം ഭയങ്കര മൃഗസ്നേഹികളാണ്. പ്രത്യേകിച്ച് പെറ്റ്സിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇവിടെ പോകണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഒരുപാട് പെറ്റ്സ് ഉണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അതിൽ ഭൂരിഭാഗം സാധനങ്ങളെയും കാണുന്നുണ്ടായിരുന്നത്. അതും വളരെ വെറൈറ്റി ഐറ്റംസ്. മൃഗങ്ങളെ കാണാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ ധൈര്യമായിട്ട് വരാം കേട്ടോ. ഒരുപാട് വെറൈറ്റി മൃഗങ്ങളെ നമുക്ക് തൊടാനും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ചന്തുവിന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വന്നിട്ട് കുറേ മൃഗങ്ങളെ കാണുകയല്ലേ, അവരെ തൊടാനൊക്കെ പറ്റുന്നുണ്ട്. കുഞ്ഞു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തല വന്നിച്ച് പക്ഷികളൊക്കെ ഇങ്ങനെ ചില്ലിൻ്റെ കൂട്ടിലാട്ടോ ഇട്ടേക്കുന്നത്. പക്ഷെ അതിൻ്റെ അടിഭാഗം നെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചന്തുവിനെ ശരിക്കും അഴിച്ചു വിട്ടേക്കുന്നതായിരുന്നു. അപ്പോൾ ചന്തു ഇതിൻ്റെ ഇടയിൽ ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ വിരലിട്ടു ഉള്ളിലേക്ക്. അതിലൊരു തത്ത ചന്തുവിൻ്റെ വിരലിന് കൊത്തി. അധികമൊന്നുമില്ല, ചെറുതായിട്ട്. അങ്ങനെ കുറച്ച് കരഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഒരു പക്ഷികളെ ഒന്നും തൊടുന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ആളതൊക്കെ മറന്നു. പോട്ടെ കയ്യിന് കൊത്തി തത്ത കൊത്തി. ഇതിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിൽ വളരെ കുറച്ചെണ്ണത്തിന് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. കുട്ടി ഹലോ ഹായ്. ഒട്ടപക്ഷി ഇതെന്താ സാധനം? എന്തൊരു എന്റെ ഊള് നോക്കി നമ്മളെ കമ്പിളി പോലെ തന്നെ കിടക്കുന്നില്ലേന്. അമ്മ അതിനെ കണ്ടിട്ട് പാവം തോന്നുന്നു. അല്ലേ അമ്മ, പാവം തോന്നുന്നല്ലേ ഇതിനെ കണ്ടിട്ട്. നിഷ്കളങ്കൻ. അതെ. അയ്യോ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ പ്രശ്നം അമ്മ അതിനെ കണ്ടിട്ട്?
ഞങ്ങൾ പോവാണ് മതി. അടന്നോ ഓ കൈയെടുത്ത് വെറുതെ പറയണേ. ഓ കൈയെടുത്ത് ഊതാണേ. ഇതും മനസ്സിലുറപ്പിച്ച് വന്നതായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ വന്ന പാമ്പിനെയൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ പാമ്പിനെ എടുത്തു. ചന്തുവിനെയും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്തു റെഡി ആയിരുന്നു കേട്ടോ പാമ്പിനെ പിടിക്കാനൊക്കെ. ചന്തു പാമ്പിക്ക് ഉമ്മ കൊടുക്കുന്ന പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികളെ സമ്മതിക്കില്ല പാമ്പിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചന്തു നല്ല കരച്ചിലായിരുന്നു, ബഹളമായിരുന്നു ചന്തുവിനും എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാനും അച്ഛനും എടുത്തു. പിന്നെ അപ്പോട്ടനും അമ്മയും പറഞ്ഞു നമ്മളില്ലേ പറഞ്ഞിട്ട് അപ്പോട്ടനും അമ്മയും ഒഴിഞ്ഞു. പിന്നെ അപ്പോട്ടൻ്റെ ടിക്കറ്റ് വെച്ചിട്ട് പിന്നെ ഞാൻ ആ ഊന്തിനി എടുത്തു കേട്ടോ. ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 150 രൂപയാണ് ഒരാൾക്ക്. അതായത് രാവിലെ കയറി കഴിഞ്ഞാൽ വൈകിട്ട് 8 മണി വരെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇടയിൽ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ പുറത്തേക്ക് പോകാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വരികയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ പാസ് ഉണ്ടായിരിക്കും. ആ പാസ്സിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഈ ഓന്ത്, തത്ത, പാമ്പ്, കിളികൾ, ഇതിലേതെങ്കിലും ഒന്നും ഒരാൾക്ക് ചൂസ് ചെയ്തിട്ട് അത് ചെയ്യാം. അപ്പം അപ്പോട്ടന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോട്ടൻ്റെത് കൂടി ഞാൻ ഉപയോഗിച്ചു. പിന്നെ അമ്മയും പറഞ്ഞു അമ്മയ്ക്കും വേണ്ടാന്ന്. അതുകൊണ്ട് അമ്മേൻ്റെതും ഞാൻ ഉപയോഗിച്ചു. ഞങ്ങൾ തത്തേനെയും എടുത്തു, ഓന്തിനെയും എടുത്തു, പാമ്പിനെയും എടുത്തു. പിന്നെ അച്ഛന് പാമ്പ് മതി, അച്ഛൻ പാമ്പിനെ എടുത്തോളാന്ന് പറഞ്ഞു. എന്തായാലും പാമ്പ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നല്ലൊരു സ്വഭാവമുള്ള, നല്ല അടക്കം ഒതുക്കമൊക്കെ ഉള്ള നല്ലൊരു പാമ്പായിരുന്നു. ചന്തുവിനെ കിളീനെ പീക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ വെക്കാനും കൊടുക്കാനും ഒന്നും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വലിയേട്ടന്മാരൊക്കെ വന്നിട്ട് ഇവര് ഉറക്കുകയാണ്. അത് ചെറിയേട്ടൻ നക്ഷത്രാമയാണോ? ചന്തു ഇവിടെ നോക്കടാ. ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി പുറത്തിറങ്ങി. ഇതൊരു കടൽ തീരത്താണ് കേട്ടോ ഈ പെറ്റ് സ്റ്റേഷൻ ഉള്ളത്. അതിൻ്റെ പുറത്തുനിന്ന് നമ്മൾ കുറച്ച് നാരങ്ങകളും കല്ലുമ്മക്കായ പൊരിച്ചതും അതായത് നിറച്ചതും ഒക്കെ കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ. എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ പെറ്റ് സ്റ്റേഷനിൽ ജീവനക്കാരുടെ സ്വഭാവം വളരെ നൈസായിട്ടാണ് കേട്ടോ. ആളുകളോടൊക്കെ പെരുമാറ്റമൊക്കെ അടിപൊളിയാണ്. കൈപിടി
ഹായ് കേളി ഗേൾസ്. കുറേ വെറൈറ്റി പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തേള്, എട്ടുകാലി, തവള, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ കുറേ ടൈപ്പ് എലികളെ കണ്ടു കേട്ടോ. കുറേ പേര് നല്ല ഉറക്കത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എലിക്കുട്ടികളായിട്ട് ഒരു എലിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എത്ര കുട്ടികളാണ് അതറിയോ. അതിന് എന്തോ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. അങ്ങനെ പെറ്റ് സ്റ്റേഷനത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. വീണ്ടും ഞാൻ കല്ലുമ്മക്കായ നിറച്ചതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. മീൻ ഐറ്റംസ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിൽ കയറി. എന്നിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു, ഹാഫ് ചിമ്മിൻ ബിരിയാണി, ഹാഫ് മട്ടൻ ബിരിയാണി, ഹാഫ് കല്ലുമ്മക്ക ബിരിയാണി. അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞു മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങൾ. കയറിയൊക്കെ നോക്കുമ്പോ പ്രത്യേകിച്ച് ഞായറാഴ്ച അതല്ല എന്തൊക്കെ. എന്നിട്ട് ഹാഫ് മട്ടൻ ബിരിയാണി, ഹാഫ് ചിക്കൻ ബിരിയാണി, അല്ല ഹാഫ് ചെമ്മീൻ ബിരിയാണി, കൊക്ക്, മാന് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു മീൻ ഐറ്റവും ഇല്ല. അങ്ങനെ ഞങ്ങള് അവിടുന്ന് ഇറങ്ങി. ഞങ്ങള് മീൻ കഴിച്ചേ അടങ്ങുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് തേടി മീൻ ഐറ്റംസ് ഒക്കെ കിട്ടി. ഫുഡൊക്കെ കഴിച്ചു, വീട്ടിലോട്ട് വിട്ടു. ബൈ.